ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം ഇന്ന് നമ്മളൊരു ഈസി മെത്തേഡിൽ സ്കാലപ്പ് ചെയ്യുന്ന രീതിയാണ്. തമ്മിൽ നമ്മൾ കണ്ടല്ലോ. അതേപോലെ തന്നെ ഈ മെഷീൻ കട്ടറും വേണ്ട. അതേപോലെ തന്നെ നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ സ്കാലപ്പ് ചെയ്തെടുക്കാമെന്നാണ് നമ്മളിന്ന് പറഞ്ഞു പോകുന്നത്. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് ഒരു പേപ്പറിൽ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് 2 ഇഞ്ച് വീതിയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്ന 1 ഇഞ്ചാണ്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ടൊരു കറക്റ്റായിട്ടുള്ളൊരു ഭംഗി കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ 1 ഇഞ്ചിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ആ റൗണ്ട് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് നമുക്കൊന്ന് ആ 1 ഇഞ്ചിൽ നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം. അങ്ങനെ വരച്ചതിന് ശേഷം ഒരു ഷേപ്പിൽ നമ്മളങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു പാറ്റേൺ ആണ് പിന്നെ നമ്മൾ ഏതിലാക്കാണോ കൊടുക്കേണ്ടത് അതിലേക്ക് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ വരച്ച് അത് നമ്മൾ സ്കാലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് സൂക്ഷിച്ച് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഷോളിലേക്കോ അല്ലെങ്കിൽ സ്ലീവിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ എൻഡ് ഭാഗത്ത് ചെയ്യാനോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതല്ലാതെ ഈ ഒരു മെത്തേഡ് അല്ലാണ്ട് ഞാൻ ഒരു വേറെ മെത്തേഡും കൂടി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വരയ്ക്കുന്ന ഡയറക്റ്റ് നമ്മൾ ക്ലോത്തിലേക്ക് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബാക്കി എല്ലാത്തിലും പിന്നെ ഇതന്നെ കുറച്ച് കാലം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ട് ഷേപ്പ് വരച്ചത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വരുന്നത് നമുക്കിതിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ പിന്നെ കൊടുക്കുന്ന സ്കാലപ്പായിട്ട് നമ്മൾ എല്ലാത്തിലും നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഷേപ്പ് തന്നെ നമുക്ക് എല്ലാത്തിലേക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ വലിയ സാരി അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ സ്ലീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ എൻഡ് ഭാഗത്തൊക്കെ ചെയ്യാവുന്ന കുറച്ചും കൂടി ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളതിൽ ചെയ്യാൻ പറ്റാവുന്ന ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ക്ലോത്തിൽ തന്നെ കാണിച്ചത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ 1 ഇഞ്ച് താഴത്ത് ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ആ ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മെഷീൻ കട്ടർ വെച്ചിട്ട് നമ്മൾ ആ ഒരു സംഭവം വെച്ചിട്ട് അങ്ങനെ ചെയ്യൂലേ, അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ അതൊന്നും ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്ത് ഇപ്പം ഡയറക്റ്റ് ക്ലോത്തിലേക്ക് വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പാറ്റേൺ ചെയ്യാതെ ഡയറക്റ്റ് ക്ലോത്തിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെയിം ക്ലോത്ത് മറ്റേ പേപ്പറിൽ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് ആ ഒരു അതേ പാറ്റേൺ നമ്മൾ ക്ലോത്തിലേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഫസ്റ്റായിട്ട് ചെയ്യുന്നവരൊക്കെ ഈ പാറ്റേൺ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം പേപ്പറിൽ കട്ടിങ്ങിൽ ചെയ്തിട്ട് തന്നെ പഠിക്കുക, അതിനുശേഷം ക്ലോത്തിലേക്കൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ എനിക്ക് എളുപ്പമായ മെത്തേഡ് ആയതിനെക്കൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ആക്കിയതാണ്. നിങ്ങളിതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കാലപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡ് എനിക്ക് തോന്നിയത് ഇതായതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ആക്കാം കേട്ടോ. അപ്പം നമ്മൾ ആ പേപ്പറിൽ ഇതേപോലെ തന്നെ 1 ഇഞ്ചിൽ താഴത്തേക്ക് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ട് ആ റൗണ്ട് ഷേപ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സെയിം അത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിഗ്സാഗ് മറ്റേ സ്കാലപ്പിൻ്റെ ആ ഒരു മോഡലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്കാലപ്പ് നമുക്ക് പിന്നെ എങ്ങനെയാണ് മെഷീനിൽ വെച്ചിട്ട് ചെയ്യുന്നതെന്നും കൂടി നമുക്ക് പറഞ്ഞു പോവട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ പോർഷൻ മൊത്തമായിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ 1 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയിട്ട് പിന്നെ സ്കാലപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ക്ലോത്ത് തന്നെ ബാക്കിയുള്ള സ്കാലപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്ത് പോവുക. ഇത് അങ്ങനെ ചെയ്യാതെ ആദ്യം തന്നെ സ്കാലപ്പ് ഫുള്ളായിട്ട് ഈ ഒരു മെത്തേഡിൽ മുകളിലേക്ക് ക്ലോത്ത് ഇല്ലാത്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ പിന്നെ സ്കാലപ്പ് കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് കട്ട് ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ലെങ്ത്തിൻ്റെ ഇത് നമ്മൾ 0 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലാണ് നമ്മൾ ഈ സെലക്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആ ഒരു ഇതും നമ്മൾ 0-ലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കാലപ്പ് കൊടുക്കാം. അപ്പോൾ സ്കാലപ്പ് കൊടുക്കുന്ന സമയത്ത് അടിയിൽ ഇതേപോലെ തന്നെ അത്യാവശ്യം വലിയ പേപ്പർ വെക്കട്ടോ. ഞാൻ പിന്നെ ചെറിയൊരു ക്ലോത്തും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് വെച്ചതാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് പതുക്കെ നിർത്തി സാവധാനം നമുക്ക് ആ ഒരു സ്കാലപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു എന്താ പറയുക, ഇതും നല്ലൊരു പെർഫെക്റ്റ് മെത്തേഡായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു
മറ്റേതിൽ നിന്നൊരു വ്യത്യസ്തം അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെർഫെക്റ്റായിട്ട് തോന്നിയത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്തെന്നുള്ളൂ. ചെറിയ ചെറിയ നമ്മൾ സ്ലീവിനുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ ആ മെഷീൻ കട്ടർ ഇല്ല എന്നൊക്കെ വിചാരിച്ച് സ്കാലപ്പ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിനനുസരിച്ച് ആ ഷേപ്പൊക്കെ വരുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചി ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇത് പൊന്തിച്ച് വീണ്ടും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ പതുക്കെ പതുക്കെ നിർത്തി ചെയ്യാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ സ്കാലപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു പേടിയും ഇല്ല. പിന്നെ ആ മെഷീനില്ല വിചാരിച്ചിട്ട് സ്കാലപ്പ് ചെയ്യാതെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. എങ്ങനെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തട്ടോ. എല്ലാ കമൻറ്റും ഞാൻ കാണുന്നുണ്ട്, ഞാനതിന് റിപ്ലൈയും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മുടെ മെഷർമെൻറ്റിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ മെഷർമെൻറ്റും എന്താ സ്മോൾ സൈസ് മുതൽ 4XL വരെയുള്ള എല്ലാ സൈസിൻ്റെ ഒരു ചാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം അതടുത്ത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. ഈ ലൈവ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു ലൈവ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ലൈവ് കാര്യങ്ങൾ പോകാമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ സ്കാലപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ പതുക്കെ ഇതിപ്പോൾ നമ്മൾ സ്പീഡിലിട്ടിട്ടാണ് ഇങ്ങനെ സ്പീഡായിട്ട് പോകണം. നമ്മൾ നിർത്തി പതുക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർഫെക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ബാക്കി പിന്നെ നമ്മുടെ ആ അടിയിൽ വരുന്ന പേപ്പർ താനെ അങ്ങനെ കട്ട് ചെയ്ത് ബാക്കി അങ്ങോട്ട് നമ്മൾ പറിച്ച് കളഞ്ഞാൽ ആ പേപ്പർ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ സ്കാലപ്പ് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിർത്തി ചെയ്യാം. ഇതേപോലെ സാവധാനം നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്കങ്ങനെ നിർത്തി ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പഴയ ക്ലോത്തിൽ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ്, കണ്ടില്ല ഇതേപോലെ. അപ്പോൾ ബാക്കി വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്യാനോ കരിയിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ ബാക്കി ഇതേപോലെ ചെറിയ പോർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ചെറിയൊരു കട്ടിങ് കാര്യങ്ങൾ കൊടുത്തങ്ങാണ്ട് നമ്മൾ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇത് യൂസ്ഫുൾ ആണോ എന്നും അറിയിക്കുക കേട്ടോ. അപ്പോൾ നൂല് പുറത്ത് പോവുക അങ്ങനെയുള്ളതൊന്നുമില്ല. നൂലൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള സ്റ്റിച്ചിങ് ആണല്ലോ. ഈ സിഗ്സാഗ് 0 നമ്മൾ ഇടണം. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കിൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കാലപ്പ് ഈ ഒരു രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു.